ഹലോ ഓൾ, എല്ലാവർക്കും ഇവാങ്ക ലിറ്റൂസ് വ്ളോഗിലേക്ക് സ്വാഗതം. ഇത് നമ്മുടെ പുതിയൊരു വ്ളോഗാണ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണേ. ഇത് നമ്മൾ ഹെയർ കെയറിനെ കുറിച്ച് കുഞ്ഞുങ്ങൾക്ക് ഹെയർ കെയർ എങ്ങനെ ചെയ്യാം, എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാം, എന്ത് ഷാമ്പു ഒക്കെ യൂസ് ചെയ്യണം, പിന്നെ ഹെയർ ഓയിൽ ഏതൊക്കെ ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ വീഡിയോയിൽ പറയുന്നത്. ശ്രദ്ധിച്ച് കേൾക്കണം. നമ്മൾ ഈ ഓയിൽ നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നല്ല, നമ്മൾ ബോംബെയിലാണ് താമസിക്കുന്നത്. എന്നിട്ടും ക്ലോറിൻ ഉള്ള വെള്ളമൊക്കെ യൂസ് ചെയ്തിട്ട് തന്നെ ആണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത്. അപ്പോൾ അതെങ്ങനെയൊക്കെയാണ് വെള്ളം ഇതാക്കുന്നതും എല്ലാം നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നില്ല. ഓയിലിനെ കുറിച്ച് മാത്രമാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ബ്രിങ്കരാജ് അപ്പോൾ കാണിക്കുന്ന ബ്രിങ്കരാജ് ഓയിലാണ് നമ്മൾ തേക്കുന്നത് കേട്ടോ മോക്ക്. അപ്പോൾ ഈ ഓയിൽ 4 ഹവറിൻ്റെ ആട്ടോ, 4 ഹവർ കമ്പനീൻ്റെ അമേരിക്കൻ കമ്പനിയാണ്. അപ്പോൾ നമ്മൾ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി, നിങ്ങൾക്ക് ഈ ഹെയർ ഓയിൽ എത്തിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ നല്ല അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ സൈഡിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്താ പറയുക, നല്ല വോളിയത്തിൽ ചില കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാവും തീരെ മുടിയൊന്നും ഉള്ളൊന്നും ഇല്ലാത്ത രീതിയിൽ വരുന്നത്. അപ്പോൾ ഈ എണ്ണ യൂസ് ചെയ്താൽ മതി, ആർക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. അതായത് ന്യൂ ബോൺ ബേബി തൊട്ടിട്ട് എത്ര വയസ്സുള്ള ആളുകൾക്കും ഇത് യൂസ് ചെയ്യാവുന്ന കേട്ടോ. അപ്പോൾ താഴെ കൊടുത്ത നമ്പറിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുക. പിന്നെ എങ്ങനെയാണ് ഈ ഓയിൽ, നമ്മൾ കുറച്ച് എമൗണ്ടിൽ ഓയിൽ എടുക്കുക, ചെറിയൊരു ബോയിലും ചെയ്യണം. എന്നിട്ട് സ്കാൽപ്പിലാണ് കേട്ടോ നമ്മൾ യൂസ് ചെയ്യണത്. മുടിയിൽ നന്നായിട്ട് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല, സ്കാൽപ്പിൽ മാത്രം ഒന്ന് യൂസ് ചെയ്യുക. പിന്നെ മുടിയുടെ തുച്ചത്ത് യൂസ് ചെയ്യുന്നുണ്ട്. ശ്രദ്ധിക്കേണ്ടത് നല്ല മസാജ് കൊടുക്കുക, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയണത്. മസാജാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത് കേട്ടോ. മസാജാണ് വേണ്ടത്. എന്നിട്ട് കുറച്ച് സമയം കെട്ടി വെക്കണം മുടി, അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. ഒരു 10 മിനിറ്റ് കെട്ടി വെച്ചതിന് ശേഷം മാത്രമേ നമ്മൾ കുളിക്കാൻ പറ്റുള്ളൂ, പിടിപ്പിച്ചിടണം. അതാണ് മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. മസാജ് കൊടുക്കുക, പിന്നെ മുടി കെട്ടിയിടുക. പിന്നെ എണ്ണ ചെറിയൊരു ഒന്ന് ചൂടാക്കണം. എണ്ണ എത്ര പഴയ എണ്ണയായാലും നമുക്ക് ചൂടാക്കണം. അതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ഈ ഷാമ്പുവിനെ പറ്റിയൊക്കെ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും. ഏത് ഷാമ്പു യൂസ് ചെയ്യുന്നതൊക്കെ അടുത്ത ഇതിൽ പറയുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ മോളെ വയസ്സ് 4 വയസ്സുള്ളൊരു മോളാണ്. അപ്പോൾ എങ്ങനെയാണ് ഞാൻ ഹെയർ കെയർ ചെയ്യുന്നതൊക്കെ അടുത്ത വീഡിയോയിൽ നമ്മൾ പറയുന്നതായിരിക്കും കേട്ടോ, ഡീറ്റെയിൽ ആയിട്ട്. അപ്പോൾ ഓയിൽ വേണ്ട ആളുകൾ ഫോൺ നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി കേട്ടോ. മെസ്സേജ് അയച്ചാൽ ഓർഡർ തന്നാൽ മതി. നമ്മളിങ്ങനെ കെട്ടി വെച്ചതിന് ശേഷം ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് കഴുകിക്കളയുന്ന വീഡിയോസ് ഒന്നും ഇട്ടിട്ടില്ല. നമ്മൾ അടുത്ത ഒരു